ഇന്നലെ വൈകിട്ട് എൻ്റെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. പല മാധ്യമപ്രവർത്തകരും അത് സംബന്ധിച്ച് പ്രതികരണം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ മാധ്യമപ്രവർത്തകരെ കണ്ട് അതിനകത്ത് എൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കാം എന്ന് വിചാരിച്ചത്. ഒന്നാമത്തെ കാര്യം, എൻ്റെ സഹോദരനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം BNSലെ 2 വകുപ്പുകളാണ്. ഒന്ന് 132, 121(1). ഈ പോലീസ് ചുമത്തിയ ഈ 2 വകുപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അതുപോലെ തന്നെ പോലീസിനെ പരിക്കേൽപ്പിച്ചു. ഈ 2 ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തത്. അപ്പോൾ അദ്ദേഹം ചെയ്തൊരു ക്രൈമിന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്ന നിലക്ക് എനിക്കെതിരെ വ്യാപകമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരൻ ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു ഇൻഡിവിജ്വലാണ്, ഞാൻ വേറൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എൻ്റെ രാഷ്ട്രീയവുമായി യാതൊരു തരത്തിലുള്ള യോജിപ്പില്ല എന്ന് മാത്രമല്ല, എൻ്റെ രാഷ്ട്രീയത്തെ എപ്പോഴും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെയാണ്, എൻ്റെ രാഷ്ട്രീയം വേറെയാണ്. അങ്ങനെയൊക്കെ ആവാമല്ലോ കുടുംബത്തിൽ. പിന്നെ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള മറ്റൊരു ആരോപണം, ഇന്നലെ മയക്കുമരുന്ന് കേസിൽ ലഹരി ഇടപാടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റിയാസ് തൊടുകയിൽ, ആ റിയാസ് തൊടുകയിലിനെ പോലീസ് പിടികൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് ഇയാളുടെ മെസ്സേജ് വന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്ന മറ്റൊരു കാര്യം. ഈ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തുന്നത് എന്നും പോലീസ് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ റിയാസ് തൊടുകയിലിനെ എന്തിനാണ് ഇന്നലെ പോലീസ് വിട്ടയച്ചത്? റിയാസ് തൊടുകയിൽ ഏത് പാർട്ടിക്കാരനാണ്? അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും അദ്ദേഹം CPM പ്രവർത്തകനാണ്. CPM പ്രവർത്തകനായ റിയാസ് തൊടുകയിലാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറയുന്നു. അയാൾ ഇന്നലെ തന്നെ അദ്ദേഹത്തെ പോലീസ് വിട്ടയക്കുന്നു. അദ്ദേഹത്തെ വിട്ടയക്കാൻ ആരൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നത്? CPMന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ മുതലുള്ള നേതാക്കന്മാരാണ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടുപോകുന്നത്. അപ്പം അദ്ദേഹവുമായി എൻ്റെ സഹോദരൻ വാട്സപ്പ് ചാറ്റ് നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ ആക്ഷേപം. എന്നാൽ എൻ്റെ സഹോദരനെ കാണാൻ വേണ്ടിയോ അദ്ദേഹത്തിന് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടുപോകാനോ ഒരു ലീഗ് പ്രവർത്തകനും കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. നിങ്ങൾക്കത് അന്വേഷിക്കാം. ഇപ്പം എൻ്റെ വീടിൻ്റെ ഒരു 3 കിലോമീറ്ററിനുള്ളിലാണ് കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ. ഞാൻ ആ പരിസരത്തേക്ക് പോയിട്ടില്ല. കാരണം അദ്ദേഹം ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണം. അതിനകത്ത് യാതൊരു നിലക്കുമുള്ള ഇടപെടൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ മാതാപിതാക്കളുമായി സംസാരിച്ചു. പോലീസ് ഈ പറയുന്ന രീതിയിൽ സമൂഹത്തിന് വിപത്തായ ഏതെങ്കിലും ലഹരി ഇടപാടുമായി എൻ്റെ സഹോദരനോ ആർക്കെങ്കിലോ ബന്ധമുണ്ടെങ്കിൽ അവർക്കൊക്കെ എതിരെ ശക്തമായ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്, എൻ്റെ കുടുംബത്തിൻ്റെ നിലപാട്. ഈ കുടുംബത്തിൻ്റെ നിലപാട് എന്ന് കൂടി പറയാനുള്ള കാരണം, ഞാൻ മാതാപിതാക്കളുമായി സംസാരിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. കാരണം ഇതിനെതിരെയൊക്കെ വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയും സംഘടനയിലെ അംഗവും ഒക്കെയാണ് ഞാനും എൻ്റെ പാർട്ടിയുമൊക്കെ. പിന്നെ ചില വ്യക്തികൾ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഒന്ന് KT ജലീൽ, മറ്റൊന്ന് ബിനീഷ് കൊടിയേരി, അവരൊക്കെ രംഗത്ത് വരുന്നതിൻ്റെ താല്പര്യം മലയാളിക്ക് മനസ്സിലാവും. അപ്പം അത്തരം ആളുകൾ ചെയ്യുന്ന അധികാരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നെറികേടുകൾ, അതിനെതിരെ ഇനിയും സംസാരിക്കും, ഒരു സംശയം വേണ്ട. കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ വായടപ്പിക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അധികാരവർഗം
അധികാരം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ചൂഷണങ്ങളും അതുപോലെ തന്നെ കൊള്ളരുതായ്മകളും അഴിമതികളും ഒക്കെ ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഒരു പ്രതിപക്ഷ സംഘടന എന്നുള്ളവർക്ക് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടുണ്ട്. അത് ഇനിയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇക്കാര്യത്തിൽ എൻ്റെ സഹോദരനുമായി ബന്ധപ്പെട്ട് പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തട്ടെ. അതിനകത്ത് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ കൊടുക്കട്ടെ. അതിനകത്ത് രാഷ്ട്രീയപരമായ വ്യക്തിപരമായോ യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ നടത്തില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അറിയിക്കാനുള്ളത്. പക്ഷെ ഒരു വ്യക്തിയാണ്, സഹോദരൻ വ്യക്തിയാണ് എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷെ മറ്റ് കേസുകളിൽ വരുമ്പോൾ താങ്കളുടെ നിലപാട് അതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാവുന്നത്. താങ്കൾ ഉൾപ്പെടെ പറയുന്നത് രാഷ്ട്രീയക്കാരുടെ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഏതെങ്കിലും കേസുകളിൽ പെട്ടെന്ന് രാജിവെക്കുന്ന ആവശ്യം താങ്കൾ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ മാത്രമേ വ്യക്തിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ ഉന്നയിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയോ? ഇഷ്ടംപോലെ കേസുകൾ ഉൾപ്പെടെ ഇന്ന് പറഞ്ഞു. ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ, ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ആർക്കൈവ്സിൽ ഉണ്ടാവുമല്ലോ. അതിനകത്ത് ബിനീഷ് കോടിയേരി ചെയ്ത തെറ്റിന് അദ്ദേഹത്തിന്റെ പിതാവ് രാജിവെക്കണം എന്നൊരാവശ്യം ഞാൻ ഉന്നയിച്ചതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? അപ്പോൾ പ്രസ്ഥാനം ആര് പറഞ്ഞു? ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ? എന്റെ പാർട്ടിയിൽ ആരെങ്കിലും പറഞ്ഞോ മകൻ ചെയ്ത തെറ്റിന് അച്ഛൻ? ഞങ്ങൾ പറഞ്ഞ എന്താണ്? അതിനകത്ത് അന്വേഷണം നടക്കണം. കാരണം മയക്കുമരുന്ന് ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളുമായി വലിയ സാമ്പത്തിക ഇടപാട്, ഈ ആരോപണം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് 6 ലക്ഷം രൂപയുടെ ഇടപാട് നടത്തിയെന്നാണ്. പിന്നീട് അന്വേഷണത്തിൽ എന്താണ് വ്യക്തമായത്? 50 ലക്ഷം രൂപയുടെ ഇടപാട് നടത്തിയെന്ന് വ്യക്തമായി. മാത്രമല്ല ബിനീഷ് കോടിയേരിക്ക് ഈ മയക്കുമരുന്ന് ഇടപാട് നടത്തുന്ന ആളുമായിട്ടുള്ള പരിചയം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു ഷോപ്പിൽ ഒരു ഡ്രസ്സ് വാങ്ങാൻ ചെന്നപ്പോൾ, ഷർട്ട് വാങ്ങാൻ ചെന്നപ്പോൾ കണ്ട പരിചയമാണെന്ന്. അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ, അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്തരമൊരു ആരോപണത്തിൽ നിൽക്കുമ്പോൾ അതിനകത്ത് അന്വേഷണം നടത്തേണ്ടത് ന്യായമായ കാര്യമാണ്. എന്താ സംശയം? അതുപോലെയാണോ എൻ്റെ സഹോദരൻ? ഞാൻ ഒന്ന് അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ല, ഞാനൊരു ജനപ്രതിനിധിയല്ല, ഒരു അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ഏതെങ്കിലും നിലക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല. ഇനി കഴിയുമെങ്കിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നൊക്കെ ഉള്ള പദവി ഉപയോഗിച്ച് സഹായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യമാണ് പരസ്യമായി ഇവിടെ വ്യക്തമാക്കുന്നത്. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടാം, പോലീസുമായി ബന്ധപ്പെടാം, ഏതെങ്കിലും നിലക്ക് ഞാനൊരു ഇടപെടൽ നടത്തി എന്ന് ആരെങ്കിലും പറയട്ടെ. അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഞങ്ങൾ വരുന്നില്ല. അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനില്ല, വ്യക്തിപരമായി പ്രതിരോധിക്കാനില്ല, മറ്റേതെങ്കിലും നിലക്ക് പോലീസിനെ ആക്ഷേപിക്കാനില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷെ ഒരു ചോദ്യം എനിക്ക് ഉന്നയിക്കാനുള്ളത്, അത് മാധ്യമപ്രവർത്തകരോട് ശ്രദ്ധയിൽ കൂടി കൊണ്ടുവരാനുള്ളതാണ്. ഈ ലഹരി ഇടപാട് നടത്തിയിട്ടുള്ള, ഇതിന് നേതൃത്വം കൊടുത്ത ഈ റിയാസ് തക്കയിൽ എന്ന് പറയുന്ന വ്യക്തിയെ എന്തിന് പോലീസ് ഇന്നലെ തന്നെ വിട്ടയച്ചു? അദ്ദേഹത്തെ ആരാണ് അവിടുന്ന് ഇറക്കിക്കൊണ്ടുപോയത്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ്? എന്തുകൊണ്ടാണ് ആ രാഷ്ട്രീയം ഒന്നും ചർച്ച ചെയ്യാത്തത്? അതേസമയത്ത് 130 to 121 BNS ആക്ട് പ്രകാരമുള്ള ഒരു കേസിനെ സംബന്ധിച്ച് പ്രതിയായ ഒരാളെ എന്നെയും ചേർത്ത് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുക, ഈ മയക്കുമരുന്ന് ഇടപാട് നടത്തി എന്ന് പോലീസ് തന്നെ പറയുന്ന റിയാസ് തക്കയിൽ എന്ന് പറയുന്ന CPM-കാരനെ ബോധപൂർവ്വം മറച്ചു വെക്കുക, അത് ശരിയല്ല എന്ന ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പോലീസിന്റെ അന്വേഷണം നടത്തട്ടെ, നിഷ്പക്ഷമായ അന്വേഷണം നടത്തട്ടെ. ഏതെങ്കിലും നിലക്ക് തെറ്റായ ഒരു പ്രവൃത്തി എൻ്റെ സഹോദരന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാതൃകാപരമായ ശിക്ഷ കിട്ടുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന വ്യക്തി ഞാൻ കൂടിയായിരിക്കും. പക്ഷെ ഒരു കാര്യം CPM-കാരൻ പറയുമ്പോൾ ആ CPM-കാരിൽ നിന്നാണ് താങ്കളുടെ സഹോദരനിലേക്ക് ഇത് എത്തുന്നത്. അവിടെ നിന്നാണല്ലോ അല്ല, എൻ്റെ സഹോദരനെതിരെയുള്ള ആക്ഷേപം എന്താണ്? ഇദ്ദേഹവുമായി വാട്സപ്പ് ചാറ്റ് നടത്തി എന്നുള്ളതാണ്. അതേസമയത്ത് ഈ CPM പ്രവർത്തകനെ കുറിച്ചുള്ള ആക്ഷേപം എന്താണ്? അല്ല, പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് കിട്ടിയിട്ടില്ല, മൊബൈൽ ഫോൺ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. അതേസമയത്ത് ഈ കുറ്റസമ്മതം നടത്തിയത് ആരാണ്? റിയാസ് തൊടുകയിലാണ്. അപ്പോൾ റിയാസ് തൊടുകയിൽ ആരാണ്? CPM പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും. അദ്ദേഹം അത് വ്യക്തമാക്കിയതാണ്. അപ്പോൾ എന്റെ സഹോദരൻ മുസ്ലിം ലീഗ് പ്രവർത്തകനല്ല, നിങ്ങളത് പരിശോധിക്കുക. അദ്ദേഹം അങ്ങനെയൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ റിയാസ് തൊടുകയിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് പോലീസ് പറയുന്നു. അത് FIR-ൽ തന്നെ പോലീസ് പറയുന്നു. ആ റിയാസ് തക്കയിലെ ഇന്നലെ തന്നെ പോലീസ് വിട്ടയച്ചു. അദ്ദേഹം CPM പ്രവർത്തകനാണ്. അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അദ്ദേഹം വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചൊരു കാര്യമാണ്.
അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോയത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ബോധ്യമാകും. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരടക്കമുള്ള ആളുകളാണ്. ആ കാര്യം മറച്ചു വെക്കുന്നു. അദ്ദേഹവുമായി വാട്സപ്പ് ചാറ്റ് നടത്തി ഈ പറയുന്ന പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസിനെ ആക്രമിച്ചു എന്ന കേസിൽ പ്രതിയായ ഒരാളെയും അദ്ദേഹം എന്റെ സഹോദരനാണ് എന്നതുകൊണ്ട് എന്നെയും ചേർത്ത് വ്യാപകമായ രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തുന്നു. ഈ പറയുന്ന ബിനീഷ് കൊടിയേരിയും കെട്ടി ജലീലും ഒക്കെ രംഗത്ത് വരുന്നു. ഈ വൈരുദ്ധ്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതിന് കുഴപ്പമില്ലെന്നേ, പോലീസ് അന്വേഷിച്ചോട്ടെ. ഞാൻ ആ വാട്സപ്പ് ചാറ്റ് നടത്തിയെന്ന് പോലീസ് കേസെടുത്തതിന് ഞാൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞോ? ഞാൻ ന്യായീകരിച്ചോ? ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. ഒരു ന്യായീകരണത്തിന്റെ പ്രശ്നമില്ല. അദ്ദേഹം ഇപ്പം നിങ്ങളുടെ പോലീസ് കൈരളി TV അല്ലേ? അല്ല, ഏതാണ്? റിപ്പോർട്ടറാണ്. ആ റിപ്പോർട്ടർ രണ്ടു കണക്ക് തന്നെ. അപ്പൊ ഏതായാലും റിപ്പോർട്ടർ TVന്റെ ചോദ്യം എന്താണ്? കൈരളിയാ? അപ്പൊ കള്ളം പറയരുത്. കൈരളി അല്ലാന്ന് പറയുന്നത്. ഓക്കെ, അല്ല കൈരളിയാണല്ലോ. അപ്പൊ കൈരളിയുടെ ചോദ്യം എന്താണ്? അനിയനെ ന്യായീകരിച്ചു. ഞാൻ ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും അനുജനെ ന്യായീകരിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, അദ്ദേഹത്തിനെതിരെ പോലീസ് നടത്തുന്ന ഏത് അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇപ്പോ കേരള പോലീസ്, പിണറായി വിജയന്റെ പോലീസ്, കൈരളിയുടെ പോലീസ് ഞാൻ പറയുന്നില്ല, പിണറായി വിജയന്റെ പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയത് 2 വകുപ്പാണ്. ഒന്ന്, പോലീസിനെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. മറ്റൊന്ന്, പോലീസിനെ പരിക്കേൽപ്പിച്ചു. ഈ 2 കേസ് അദ്ദേഹത്തിനെതിരെ നിങ്ങൾ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളൂ. ഇനി മറ്റെന്തെങ്കിലും കുറ്റകൃത്യത്തിലും അദ്ദേഹം പങ്കാളിയായിട്ടുണ്ടെങ്കിൽ, ഈ കേസിൽ മാത്രമല്ല ഏത് കുറ്റകൃത്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് അന്വേഷിച്ച് അദ്ദേഹത്തിന് മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ വാങ്ങിച്ചു കൊടുത്താൽ അതിനകത്ത് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും ഞാനെന്നാണ് പറഞ്ഞത്. കാരണം സമൂഹത്തിന് വിപത്തായി പ്രവർത്തിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ആരേർപ്പെട്ടാലും, അത് എൻ്റെ കുടുംബത്തിലുള്ള ആളാണെങ്കിൽ എനിക്കൊരു നിലപാട്, പുറത്തുള്ള ഒരാളാണെങ്കിൽ മറ്റൊരു നിലപാട് എന്നില്ല. എൻ്റെ കുടുംബത്തിലുള്ള ആളാണെങ്കിൽ പോലും അതിശക്തമായ ശിക്ഷ, മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം എന്ന നിലപാട് ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞു. ഇപ്പൊ കൈരളി TVക്ക് ബോധ്യമായോ? ശരി, താങ്ക് യു. പോസ്റ്റുകൾ മുൻനിർത്തിക്കൊണ്ടാണ്, മുൻപുള്ള പോസ്റ്റുകൾ മുൻനിർത്തിക്കൊണ്ടാണ് അന്ന് കോടിയേരി രാജിവെക്കണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു. പല കോണിൽ നിന്ന് രാഷ്ട്രീയമായിട്ട് ഇത്ര മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളുടെ കുടുംബത്തിൽ നിന്നൊരാൾ ഇങ്ങനെ ഒരു ശിക്ഷയുടെ ഭാഗമായി വരുന്ന ഘട്ടത്തിൽ നേതൃസ്ഥാനത്തിരിക്കുന്ന അങ്ങ് രാജിവെക്കാൻ തയ്യാറാവുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, ബിനീഷ് കൊടിയേരിന്റെ വിഷയം ഉണ്ടായിരുന്ന സമയത്ത് അന്ന് രാത്രി ഏഷ്യാനെറ്റ് ചാനലിലായിരുന്നു അന്നൊരു ചർച്ച നടത്തിയത്, ഡിബേറ്റ് നടത്തിയത്. ആ ഡിബേറ്റ് നിങ്ങളുടെയൊക്കെ ആർക്കൈവ്സിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അന്ന് രാത്രി കോടിയേരി ബാലകൃഷ്ണനെതിരായി ഞാൻ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് BJPയുടെ പ്രതിനിധി ഒരു ചോദ്യമായി ഉന്നയിച്ചു. ലീഗ് നേതാക്കന്മാർ PK ഫിറോസിനെ ഭീഷണിപ്പെടുത്തിയോ, അതുകൊണ്ടാണോ കോടിയേരിക്കെതിരെ സംസാരിക്കാത്തത് എന്ന് വരെ ചോദിച്ചു. പക്ഷെ അന്ന് ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം, ഒരു മകനും മയക്കുമരുന്ന് ഇടപാട് നടത്താനോ മയക്കുമരുന്ന് കേസിൽ പങ്കാളിയാവണമെന്നോ ഒരച്ഛനും ആഗ്രഹിക്കില്ല എന്നൊരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. അതിന്റെ പേരിൽ ആ പിതാവിനെ ഒരു നിലക്കും കുറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. അതേ സമയത്ത് ഭരണത്തിലിരുന്നുകൊണ്ട്, അധികാരത്തിലിരുന്നുകൊണ്ട് അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ കേസിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. കാരണം എന്താണ്? അവർ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണെന്ന് മാത്രമല്ല, ബിനീഷ് കൊടിയേരി അതിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം ഒരു സംശയം ഉന്നയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഇനിയുണ്ടായാൽ ഇനിയും അത് ആവർത്തിക്കും, ഒരു സംശയം വേണ്ട. അതുപോലെയാണോ ഇക്കാര്യത്തിൽ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ രാജിവെക്കേണ്ടത് എന്തിനാണ്? ഈ പദവി ഉപയോഗിച്ച് ഏതെങ്കിലും നിലക്ക് അദ്ദേഹത്തിനെതിരായിട്ട് അല്ല അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നിലപാട് ഞാൻ സ്വീകരിക്കും എന്ന ഭയം ആർക്കെങ്കിലും ഉണ്ടെങ്കിലാണ്. ഇപ്പൊ പദവി രാജിവെക്കണം, ഇപ്പൊ മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്നൊക്കെ ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ആ മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് അധികാര ദുർവിനിയോഗം ചെയ്ത് അയാളെ സംരക്ഷിക്കുമോ എന്നുള്ളത് കൊണ്ടാണ്, സംശയമുള്ളത് കൊണ്ടാണ് ആ പദവി രാജിവെക്കണം എന്ന് പറയുന്നത്. ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു ജനപ്രതിനിധി പോലും അല്ലാത്ത, അധികാരത്തിന്റെ ഭാഗമായി നിൽക്കാത്ത ഒരാളാണ്. മാത്രമല്ല ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എന്താ നിങ്ങൾ ചോദിച്ചു നേരത്തെ? ഇല്ല, ഒരു കേസിലും അതെ ഇങ്ങനെയുള്ള ഒരു കേസിലും ഇതുവരെ പ്രതിയായതായി എന്റെ അറിവിലില്ല. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേകമായ ഒരു രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ ഡീപ്പായി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ പലപ്പോഴും എന്നെയൊക്കെ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ എനിക്ക് അയച്ചു തരുന്നത് കാണാറുണ്ടെന്നല്ലാതെ ഞാനത് സ്ട്രിക്റ്റായി ഫോളോ ചെയ്യാറില്ല. വിമർശനം നല്ലതാണല്ലോ, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇത്രയും കാലം എന്റെ രാഷ്ട്രീയത്തെയും എന്നെയും ഒക്കെ വ്യക്തിപരമായി വിമർശിക്കുകയും അതുപോലെ തന്നെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ ഒരു ക്രൈം ചെയ്യുമ്പോൾ പിന്നെ എന്നെയുമായി ചേർത്ത് പറയുന്നതിന്റെ ഒരു ശരികേടാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഒരിക്കലുമില്ല. കാരണം എന്താണെന്നറിയോ,
ഇത് എവിടെയാണുള്ളതെന്ന് ആർക്കാ പറയാൻ പറ്റുക? ഞാൻ തന്നെ പലയിടത്തും പ്രസംഗിക്കാറുണ്ട്. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നത് അവനവൻ്റെ വീട്ടിൽ ഇതില്ല എന്നാണ്. അവനവൻ്റെ വീട്ടിലില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഒരു മുതിർന്ന ആള് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു ചാർജ് പോലും പോലീസ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ആ നിലക്കല്ല പറയുന്നത്. അങ്ങനെ ആക്ഷേപം സൈബർ സഖാക്കൾ വ്യാപകമായി നടത്തുന്നു എന്നല്ലാതെ. പക്ഷേ ഞാൻ പൊതുവിൽ പറയാണ്, ആരുടെ വീട്ടിലെയും ഏതൊരാൾക്കും ഇത്തരം ഈ പറയുന്ന മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി ആളുകളുമൊക്കെ ആയിട്ട് ബന്ധമുണ്ടാകാം. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, നമുക്കൊക്കെ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് ക്യാമ്പയിൻ നമുക്കിനി നിർത്തിക്കളയാം എന്നൊന്നുമില്ല. നമുക്ക് ഈ ക്യാമ്പയിൻ ഇനിയും ശക്തമാക്കണം. നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അത്തരം സംഘങ്ങളെയും അത്തരം ഉപയോഗിക്കുന്ന ആളുകളെയും ഒക്കെ വേരോടെ അത്തരം പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് വരെ നമുക്ക് ഈ പോരാട്ടം തുടരേണ്ടതുണ്ട്. അത് ഇനിയും തുടരും, ഒരു സംശയം വേണ്ട. അതല്ല ഞാൻ ഇത്രയും നേരം പറഞ്ഞു. നിങ്ങൾ വൈകിട്ടാണോ വന്നത്? നിങ്ങൾ കുറച്ച് വൈകിയും തോന്നുന്നു. കോടിയേരി ബാലകൃഷ്ണനെ അദ്ദേഹത്തിന്റെ മകൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തതിന്റെ പേരിൽ വിമർശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതേ സമയത്ത് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് അത്തരം ആളുകൾക്ക് സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് അന്ന് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിഷയം. അത് വളരെ കൃത്യമാണ്. അത്തരം വിഷയങ്ങൾ അധികാരത്തിലിരിക്കുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ഇനിയും ഉന്നയിക്കും. അക്കാര്യത്തിലും ഒരു സംശയം വേണ്ട.